അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നായിരുന്നു. ചൂടെടുത്തിട്ട് ഒരു വയ്യുമില്ല. ഓരോ സമയം ചൂടെടുക്കുമ്പോൾ വിചാരിക്കും ഇപ്പം മരിച്ചു പോകും, അതിൽ ചൂടാന്ന്. പുറത്ത് പോകുന്ന പോലെയെല്ലാം നല്ലോണം ശ്രദ്ധിക്കുക, മക്കളെയും നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ ചൂടിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്തു തന്നു. പൊളിയാണ്, പൊളി. ഇനി ഞാൻ ഈ ഐസ്ക്രീം തന്നെ ഉണ്ടാക്കുള്ളൂ. നല്ല പാലുള്ള തേങ്ങ എടുക്കുക, എന്നിട്ട് തേങ്ങൻ്റെ ചുവപ്പൊന്നും കളരാത്ത രീതിയിൽ ചിരണ്ടിയെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മിക്സിയിൽ വെള്ളം തൊടാണ്ട് കറക്കിയെടുക്കുക. എന്നിട്ട് പിഴിഞ്ഞെടുക്കുക, ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് മധുരത്തിന് 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക, തേങ്ങാപ്പാൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ചിരട്ടയിലാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഐസ്ക്രീമാണ്. അത് നല്ലോണം ചിരട്ട വൃത്തിയാക്കിയിട്ട് വെക്കുക. നമ്മൾ എത്ര ചിരട്ടയാണ് എടുക്കുന്നത് അത്രയും ചിരട്ട നല്ല വൃത്തിക്ക് തേച്ച് ആ ഉള്ള ചുവപ്പെല്ലാം പരണ്ടി എടുക്കുക. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമല്ല, ശരിക്കും നമ്മളെ ഐസ്ക്രീമിന് ഫ്രഷ് ക്രീമാണ് എടുക്കേണ്ടത്. ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അധികം ബീറ്റ് ചെയ്ത് പതപ്പിച്ച് ഇങ്ങനെ പൊന്തിക്കണ്ട, കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ക്രീമാക്കിയിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചിരട്ടയിൽ നല്ലോണം തുടച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു നൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. അത്രയൊന്നും വേണ്ട, വേഗം തന്നെ റെഡിയാവും. അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയ തിന്ന കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഐസ്ക്രീം ഇതാണ്. നിങ്ങൾ വിചാരിക്കും ഭംഗിവാക്ക് പറയുന്നതാണ്. ഭംഗിവാക്കൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുരയിലെ കുട്ടികൾക്ക് നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാണ്ട് പുരയിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇത് നമ്മളെ തേങ്ങ ചിരണ്ടുന്നില്ല, തേങ്ങ എങ്ങനെയാണ് പൊതിച്ചാലുണ്ടാവുക അതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവെന്നൊന്ന് മാന്തി എടുക്കുന്ന ഐസ്ക്രീം. ആർക്കും ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഫ്രഷ് ഐസ്ക്രീം വീട്ടിലുണ്ടാക്കി തരിക. പിന്നെ ഇവിടെ വന്നിട്ട് വാങ്ങണം. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അപാര രുചിയാണ്. ഈ ചൂട്ട് സമയത്ത് നമ്മൾ തന്നെ അലിഞ്ഞു പോവും. അമ്മാതിരി ഐസ്ക്രീമാണ്. താങ്ക് യു.